എൻ്റെ പേര് ഷീജ. ഞാൻ വിഴിഞ്ഞ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഞാൻ ആദ്യമായി വരുന്നത് 11/7/2022 ഒരു നെഞ്ചുവേദനയാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ആ വേദന എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ എന്നെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് 14 വർഷം കൊണ്ട് ഒരു രോഗിയാണ്, ജോലിക്കൊന്നും പോവില്ല. അപ്പോൾ എൻ്റെ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഈ അവസ്ഥയിൽ ഡോക്ടർമാർ പറഞ്ഞു എന്നെ റെസ്റ്റ് എടുക്കാൻ. ഞാൻ ഇവിടെ ഈ കൃപാസന താലയത്തിൽ ഈ അൽത്താരയിൽ വന്ന് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ റെസ്റ്റ് എടുത്താൽ എൻ്റെ 5 പേരുടെ വയറും പട്ടിണിയാകും. അതുകൊണ്ട് മാതാവേ, എനിക്ക് നല്ലൊരു ജോലി നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ 2017 അംഗൻവാടി ഹെൽപ്പറായി എഴുതിയിട്ട ആ ജോലി എനിക്ക് ഇവിടെ നിന്ന് പോയ ഒരാഴ്ച കഴിഞ്ഞ് അവരെന്നെ വിളിച്ച് പറയുന്നു, നിങ്ങൾക്ക് ജോലി സാങ്ഷനായി വന്ന് ജോയിൻ റിപ്പോർട്ട് വന്ന് വാങ്ങിക്കാൻ. അതുകൂടാതെ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ഇവിടെ വച്ച ആദ്യത്തെ നിയോഗം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മകൾ 3 വർഷം കല്യാണം കഴിഞ്ഞിട്ടും മക്കളില്ലായിരുന്നു. അവർ പല ആശുപത്രികളിലും പോയി, എന്നിട്ടും ഫലമില്ല. ഞാൻ പിന്നെ ഇവിടുത്തെ അമ്മ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹം പറഞ്ഞ് ആ മകളെ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ഇവിടെ വന്ന് ആ മകൾ ഉടമ്പടി എടുത്ത് ആ നേർച്ച വസ്തു ഉപയോഗിച്ചതിൻ്റെ ഫലമായി ആ മകൾക്ക് അടുത്ത ആഴ്ച തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ സാധിച്ചു. പിന്നെ അടുത്ത സാക്ഷ്യം പറയണത്, എനിക്ക് തൈറോയ്ഡ് വന്നിട്ട് 9 വർഷമായി ഞാൻ മരുന്നുകളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ തൊണ്ടയിൽ ഭയങ്കര വേദന, എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം പോലും ഇറക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിശക്കുന്നു, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒത്തിരി വിഷമിച്ച് 3ാമത്തെ പുതുക്കലിനാണ് ഈ അനുഭവം എനിക്കുണ്ടാകുന്നത്. ഇവിടെ വന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ തൈറോയിഡിൻ്റെ ഇത് മാറ്റിത്തരണം. ഞാൻ പിന്നീട് പോയി ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് 3 മുഴ തൊണ്ടയിലുണ്ടെന്ന് പറഞ്ഞ് സർജറിക്ക് അവർ എഴുതി തന്നു. ഞാൻ ഈ സർജറിക്ക് എഴുതി തന്ന ഡോക്ടർ എഴുതി തന്ന ഈ പേപ്പറും കൊണ്ട് ഇവിടെ വന്ന് അച്ഛനെ കാണാൻ ടോക്കൺ എടുത്ത് ഞാൻ ഈ സർജറിക്ക് ഡോക്ടർ എഴുതി ആ നിമിഷം മുതൽ നേർച്ച വസ്തുക്കളായ തേന്, ഉപ്പ്, തൈല എന്നിവയെല്ലാം ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. ഇവിടെ വന്ന് അച്ഛൻ എൻ്റെ ആ മുഴയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇനി ധൈര്യത്തോടെ പോയി ആശുപത്രിയിൽ ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. സർജറിക്ക് എഴുതി തന്ന ആ ഡോക്ടർമാർ തന്നെ പിന്നീട് എന്നോട് പറഞ്ഞ് സർജറി ചെയ്യേണ്ട, മുഴ ഒന്നും കാണുന്നില്ല, പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ഒരു സാക്ഷ്യം, ഞാൻ 5ാമത്തെ തവണ പുതുക്കിയപ്പോൾ എൻ്റെ കഴിഞ്ഞ മാസം 15-ാം തീയതി ഞാൻ എൻ്റെ പ്രമാണം എൻ്റെ അനുജന് കൊടുത്തിരുന്നു. ആ പ്രമാണം അവർ 7 വർഷമായിട്ടും എനിക്ക് എടുത്തു തന്നില്ല. ബാങ്കിൽ നിന്ന് പലപ്പോഴും ജപ്തി നോട്ടീസുകൾ വന്നു. അവസാനം അവർ ജൂൺ മാസം 15-ാം തീയതി ജൂലൈ മാസം 15-ന് വീട് ഒഴിയണമെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് എനിക്ക് അയച്ചിരുന്നു. ഈ നോട്ടീസും ഞാൻ കൊടുത്ത ആ ബന്ധു ആ പ്രമാണം കാണാതെ എന്നിൽ പറയാതെ അത് വച്ചിരുന്നു. പെട്ടെന്ന് ജൂലൈ മാസം 15-ാം തീയതി ആയപ്പോൾ എനിക്കൊരു കോൾ വരുന്നു, നിങ്ങൾ വീട് പൂട്ടി ഇറക്കണം, 1 മണിക്കൂറിൽ നിങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റണം. ഞാൻ പെട്ടെന്ന് തളർന്നു പോയി. ഞാൻ പറഞ്ഞു, ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇത് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? അപ്പം പറഞ്ഞു, ഞങ്ങൾ 1 മാസം മുമ്പേ അറിയിച്ചിരുന്നു, നിങ്ങൾക്ക് വന്ന ജപ്തി നോട്ടീസ് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ഇറങ്ങണം. 5.5 ലക്ഷം രൂപയാണ് ആ സഹോദരൻ എടുത്തത്. ജപ്തിയിൽ വന്നിരിക്കുന്നത് 10.5 ലക്ഷം രൂപ. ഞാൻ ഇവിടെ വന്ന് 5ാമത്തെ തവണ പുതുക്കി ആ ജപ്തിയുടെ നോട്ടീസ് ഇവിടെ വച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞങ്ങൾ ബാങ്കിൽ പോയി. അവർ ഞങ്ങൾക്ക് 3 ആഴ്ച സമയമാണ് തന്നത്. ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ 10.5 ലക്ഷം രൂപ അടയ്ക്കണം. ഞാൻ എൻ്റെ ചേട്ടൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ലോൺ എടുത്തത് ഒരു ബന്ധുവിനെ സഹായിച്ചതിനാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു ഇത് ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അവസാനം അവിടെ നിന്ന് ഞാൻ ഇവിടുത്തെ കാശ് രൂപം ഉപയോഗിച്ച് നെഞ്ചിൽ കൈവച്ച്, ഈശോയെ, ഈ ബാങ്കിലുള്ളവർക്ക് ഒരു മാറ്റം കൊടുക്കണമേ. പെട്ടെന്ന് ഒരു സാറ് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, 10.5 ലക്ഷം രൂപ അടയ്ക്കേണ്ട, 4,20,000 രൂപ നിങ്ങൾ ജൂലൈ മാസം ആഗസ്റ്റ് മാസം 5-ാം തീയതി അടച്ചാൽ നിങ്ങളുടെ വീട് ഒഴിയണ്ട. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ വീട് നഷ്ടമാകരുത് എന്ന് നേർച്ച ഉപ്പ് വീട്ടിലിട്ട് എന്നെ സഹായിക്കണമെന്നെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. ഞാൻ ഈ 3 ആഴ്ച കൊണ്ട് ഈ 4,20,000 എവിടെ നിന്ന് കിട്ടും? എനിക്ക് ഒന്നും കിട്ടിയില്ല. ആഗസ്റ്റ് 5-ാം തീയതി ഞാൻ ഇറങ്ങിക്കൊടുക്കണം. ആഗസ്റ്റ് 4 വരെയും എനിക്ക് പൈസയ്ക്ക് നടന്നാൽ കടം കിട്ടുന്നില്ല. 1,70,70,000 എൻ്റെ കയ്യിലുള്ളൂ. ഇത്രയും രൂപ ഇത്രയും ദിവസം കിട്ടാത്തത് ഇനി ഒരു ദിവസമേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യും? വീണ്ടും ഞാൻ കാശ് രൂപം നെഞ്ചോട് വെച്ച് പ്രാർത്ഥിച്ചു. 5-ാം തീയതി 3:30 മണി വരെയാണ് അവർ സമയം തന്നത്. അവസാന
നിമിഷം 3:10 ഞങ്ങൾ നേരത്തെ ചോദിച്ച വ്യക്തികളെല്ലാം ഞങ്ങളെ വിളിച്ച് കാശ് തരികയും ഞങ്ങൾക്ക് ഈ പൈസ ബാങ്കിലടച്ച് ജപ്തിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്ത് ഇത്രയും ചെയ്ത ഈ കൃപാസന മാതാവിന് 1000 നന്ദികളോട് പറഞ്ഞുകൊണ്ട് അമ്മയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആരാധന ആരാധന. 11/7/2022 നെഞ്ചുവേദന വന്നതിൻ്റെ വെളിച്ചത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു തീരുമാനം എടുത്ത് എന്നാൽ കഴിയുന്ന അനേക മക്കളെ ഞാൻ ഈ ദേവാലയത്തിൽ ഈ കൃപാസനത്തിൽ കൊണ്ടുവന്ന് അനേക മക്കൾക്ക് എനിക്ക് അമ്മ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഈ വലിയ സൗഖ്യം അവർക്കും കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ വാഹനം പിടിച്ച് അനേക ആൾക്കാരെ കൊണ്ടുവരുന്ന ഈ പ്രേക്ഷിത വേല തുടരുവാൻ പരിശുദ്ധമ്മ ഒരു ദിവസം സ്വപ്നത്തിൽ തൈറോയിഡിൻ്റെ ആ മുഴക്കാരൻ ഞാൻ വേദനിച്ച ആ സമയത്ത് എന്നോട് സംസാരിച്ച് ഈ പ്രേക്ഷിത വേല ഒരിക്കലും ഉപേക്ഷിക്കരുത്, അതുകൊണ്ട് ഞാൻ വീണ്ടും തുടർന്ന് പോവുകയാണ്. അനേകം മക്കളെ ഞാൻ ഈ ദേവാലയത്തിൽ കൊണ്ടുവരുന്നു. ഒരുപാട് പേര് ഉടമ്പടി എടുക്കുന്നുണ്ട്. അവർക്ക് അനേക കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവരും സാക്ഷികൾ പറയും. കൂടാതെ ഞങ്ങൾക്ക് ഇത്രയും ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങളാലുള്ളതാണ് ഈ നന്ദി. കൂടാതെ പത്രം വാങ്ങി അനേക മക്കൾക്ക് ഞങ്ങൾ വിതരണം ചെയ്യുന്നു.